ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും എന്ന് പറയുന്ന ഭാഗമാണ്. അതിലാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എന്താണ് 1951 ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ 5ാം പഞ്ചവത്സര പദ്ധതി വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തീർത്തത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തപ്പോ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. അതായത് ശരിക്കും 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഗാഡ്ഗിൽ പ്ലാൻ അല്ലെങ്കിൽ ഗാഡ്ഗിൽ യോജന നടപ്പിലാക്കിയത്. എന്നാൽ PSCയുടെ ഉത്തര സൂചിക എന്ന് പറയുന്നത് ഗാഡ്ഗിൽ യോജന നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതിന് PSCയുടെ ഉത്തര സൂചിക എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമ്മൾ ഗാഡ്ഗിൽ പ്ലാൻ അല്ലെങ്കിൽ ഗാഡ്ഗിൽ യോജന യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത്. പക്ഷെ PSCയുടെ ഉത്തര സൂചിക എന്താണ്? ഗാഡ്ഗിൽ യോജന ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് നിങ്ങളുടെ ഒരു ഓർമ്മയിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വെക്കണം. അത് നിങ്ങളുടെ നോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മള് 5ാം പഞ്ചവത്സര പദ്ധതി, അതായത് ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 1966 മുതൽ 69 വരെ നമ്മൾ എന്താണ് ഒരു പ്ലാൻ ഹോളിഡേ വന്നു. അതിനുശേഷം 69 മുതൽ 74 വരെ 4ാം പഞ്ചവത്സര പദ്ധതിയും അതിനുശേഷം 69 മുതൽ 74 വരെ 4ാം പഞ്ചവത്സര പദ്ധതിയും 1974 മുതൽ 79 വരെ 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചു. ഈ 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ എന്തുണ്ടാകുന്നത്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നു. പിന്നീട് അടിയന്തരാവസ്ഥയുടെ മർദ്ദക ഭീകര ഭരണത്തിന് ശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഇലക്ഷൻ ഉണ്ടാകുന്നു. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു? ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിനും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോ ഈ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് 1978 എന്ന് പറയുന്നത് മൊറാർജി ദേശായി അധികാരത്തിൽ വരുന്നത്. ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? 77 അധികാരത്തിൽ വരുന്നു. 78, 79 വരെ എന്തിന്റെ കാലാവധി ഉണ്ടായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി ഉണ്ടായിരുന്നു. എന്നാൽ 1978 മൊറാർജി ദേശായി സർക്കാർ അല്ലെങ്കിൽ ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ജനതാ ഗവൺമെന്റ് ഈ പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യുന്നു? റദ്ദ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ നിർത്തലാക്കുന്നു. അപ്പോ 75 തുടങ്ങി 74 തുടങ്ങി 79 അവസാനിപ്പിക്കേണ്ട പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യുന്നു? 78 ഗവൺമെന്റ് അവസാനിപ്പിക്കുന്നു. 78 ഗവൺമെന്റ് അവസാനിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയിൽ എന്താണ് കാലാവധി പൂർത്തിയാകാതെ അവസാനിച്ച ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയേ ഉള്ളൂ. ആ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ കാലാവധി പൂർത്തിയാക്കിയില്ല. കാരണം എന്താണ്? കാരണം ജനതാ ഗവൺമെന്റ് ആ പദ്ധതി നിർത്തലാക്കി. ഇത് നിർത്തലാക്കിയതിനു ശേഷം ഈ ജനതാ ഗവൺമെന്റ് മറ്റൊരു പദ്ധതി അവതരിപ്പിക്കുകയാണ്. അതായത് അതും ഒരു 5 വർഷത്തേക്കുള്ള പദ്ധതി തന്നെയാണ്, അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേര് തന്നെയാണ് പറയുന്നത്. എന്താണ്? റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പദ്ധതി അവതരിപ്പിക്കുന്നു. റോളിംഗ് പ്ലാൻ. ശരിക്കും ആ പദ്ധതിയുടെ കാലഘട്ടം മൊറാർജി ദേശായി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ ജനതാ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് 1978 മുതൽ 83 വരെയാണ്. പക്ഷേ ആ പദ്ധതി ചില കാരണങ്ങളാൽ 1978 മുതൽ 80 വരെ എന്താണ് പദ്ധതി അവസാനിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇനി ആ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇയർലി ഉള്ള പ്ലാനിങ് ആണ്. അതായത് വർഷാവർഷത്തേക്കുള്ള ഒരു പ്ലാനിങ് മെത്തേഡാണ്. പഞ്ചവത്സര പദ്ധതി 5 വർഷം എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ ഉള്ള ഒരു പ്ലാനിങ് ആണ് എന്തെന്ന് പറയുന്നത് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് 5 വർഷത്തേക്ക് വെച്ചുകൊണ്ടാണ് ജനതാ ഗവൺമെന്റ് ആരംഭിക്കുന്നത്.
ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 78 മുതൽ 80 വരെയാണ്. 83 വരെ വരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് 83 വരെ വന്നില്ല എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഇപ്പോൾ കാലയളവ്, റോളിംഗ് പ്ലാനിന്റെ കാലയളവ് എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 1978 മുതൽ 80 വരെയാണ്. ഈ ഉരുള് പദ്ധതി അല്ലെങ്കിൽ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ്. എന്താണ്? ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അതായത് സാമൂഹികമായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ് റോളിംഗ് പ്ലാൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ റോളിംഗ് പ്ലാൻ ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള വളർച്ചയാണ്? സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ്. എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ട് എന്താണ് വളർച്ചയെത്തുന്നതിന് വേണ്ടിയിട്ട്, ഒരു സമൂഹത്തിൽ നീതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വളർച്ചയാണ് എന്ത് ലക്ഷ്യം വെക്കുന്നത്? റോളിംഗ് പ്ലാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, ആരാണ് റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? റോളിംഗ് പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റോളിംഗ് പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഗുണ്ണർ മിർദാൽ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കാൾ ഗുണ്ണർ മിർദാൽ എന്നാണ്. അദ്ദേഹം ഒരു സ്വീഡിഷ് പൗരനാണ്. സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ഗുണ്ണർ മിർദാൽ ആണ് എന്ത് മുന്നോട്ട് വെക്കുന്നത്? ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഗുണ്ണർ മിർദാൽ അല്ലെങ്കിൽ കാൾ ഗുണ്ണർ മിർദാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള കൃതിയുണ്ട്, പലപ്പോഴും PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കാൾ ഗുണ്ണർ മിർദാലിന്റെ അല്ലെങ്കിൽ ഗുണ്ണർ മിർദാലിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതി ഏഷ്യൻ ഡ്രാമ എന്നാണ് ആ കൃതി അറിയപ്പെടുന്നത്. എന്താണ്? ഏഷ്യൻ ഡ്രാമ. മുഴുവൻ നാമം എന്ന് പറയുന്നത് ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ടു ദ പോവർട്ടി ഓഫ് നേഷൻ എന്നാണ് ആ കൃതിയുടെ എന്തെന്ന് പറയുന്നത്? മുഴുവൻ നാമം എന്ന് പറയുന്നത് ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ടു ദ പോവർട്ടി ഓഫ് നേഷൻ എന്ന് പറയുന്നതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? മുഴുവൻ പേരെന്ന് പറയുന്നത്. അതായത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള എന്താണ് ദാരിദ്ര്യത്തെയും പട്ടിണിയെ കുറിച്ചൊക്കെ എന്താണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പഠിച്ചെഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ഈ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത്. ഈ കൃതിയിലൂടെയാണ് ഈ ഗുണ്ണർ മിർദാൽ എന്ന് പറയുന്ന സ്വീഡിഷ് എന്താണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഈ പറയുന്ന റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്? ഗുണ്ണർ മിർദാല്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഏഷ്യൻ ഡ്രാമ എന്നുള്ളത്. മുഴുവൻ പേര് ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ടു ദ പോവർട്ടി ഓഫ് നേഷൻ എന്നുള്ളതാണ്. ഏഷ്യൻ ഡ്രാമ എന്നാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? PSC ചോദിക്കാറുള്ളത്. എങ്കിലും പഠിച്ചു വെച്ചേക്കുക. PSCയുടെ കാര്യമാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് തോന്നുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാം? അവര് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോ ഈ ഗുണ്ണർ മിർദാൽ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ അവതരിപ്പിച്ച ഈ പറയുന്ന റോളിംഗ് പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മൊറാർജി ദേശായി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മൊറാർജി ദേശായി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായിരുന്നു. പിന്നെ എന്താണ്? പാർലമെന്റിന് പുറത്ത് വെച്ച് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും എന്താണ് പരമോന്നത ബഹുമതികൾ കിട്ടിയ പ്രധാനമന്ത്രി. ഇതൊക്കെ ആയിരുന്നു ആരെന്ന് പറയുന്നത്? മൊറാർജി ദേശായി എന്ന് പറയുന്നത്. അപ്പോ ഈ അതേ മൊറാർജി ദേശായി തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ റോളിംഗ് പ്ലാനിങ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യൻ റോളിംഗ് പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മൊറാർജി ദേശായി ആണ്. അപ്പോ നമ്മൾ എന്താണ് ഇപ്പൊ ഏകദേശം 1951 മുതൽ ഏകദേശം 79 ഏകദേശം 80 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്താണ് എത്തി. അപ്പോ ഈ 1951 മുതൽ 1980 വരെ ഇന്ത്യ എന്താണ് ഇന്ത്യ നേടിയ വളർച്ചയുടെ ആവറേജ് എന്ന് പറയുന്നത് 3.5%. എന്താണ്? 1951 മുതൽ 1980 വരെ എന്താണ് ഇന്ത്യ നേടിയ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 3.5%. ഈ ആവറേജിനെ അല്ലെങ്കിൽ
ഈ 3.5% നമ്മൾ മറ്റൊരു പേര് വിളിക്കും. ആ പേരാണ് എന്തെന്ന് പറയുന്നത്? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്നാണ് പറയുന്നത്. അതായത് 1951 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ നേടിയ വളർച്ചയുടെ ആവറേജ് ആണ് 3.5 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്, അല്ലെങ്കിൽ എന്താണ്? ഹിന്ദു വളർച്ചാ നിരക്ക്. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി രാജകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണ്? രാജകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പദം ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ 68 എന്ത് ചെയ്യുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കും. 78 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കുന്നു. 2 വർഷം റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നു. വീണ്ടും എന്താണ്? കേന്ദ്ര ഗവൺമെന്റിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എന്താണ്? കേന്ദ്രത്തിൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു. മൊറാർജി ദേശായി ഗവൺമെന്റ് താഴെ വീഴുന്നു. തുടർന്ന് അധികാരത്തിൽ വരുന്ന ചരൺ സിംഗ് ഗവൺമെന്റ് താഴെ വീഴുന്നു. വീണ്ടും ഇന്ത്യയിൽ എന്താണ്? ഇലക്ഷൻ നടക്കുന്നു. വീണ്ടും, അതായത് 1977 ഇലക്ഷനിൽ തോറ്റ് തൊപ്പിയിട്ട് പോയ ഇന്ദിരാഗാന്ധിയെ വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷം നൽകി എന്ത് ചെയ്യുന്നു? അധികാരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ വീണ്ടും 1980 ശ്രീമതി ഇന്ദിരാഗാന്ധി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ റോളിംഗ് പ്ലാൻ വീണ്ടും ഇന്ദിരാഗാന്ധി നിർത്തിവെക്കുകയും മറ്റൊരു പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ചെയ്യുന്നു. അത് 6ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1980 മുതൽ 1985 വരെയാണ്. 1980 ഏപ്രിൽ 1 മുതൽ 1985 മാർച്ച് 31 വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക, സാങ്കേതിക വിദ്യകൾ നവീകരിക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞ പഞ്ചവത്സര പദ്ധതി 1974 5ാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അത് വീണ്ടും നമ്മൾ തുടരുന്നു. എങ്ങോട്ടാ? 6ാം പഞ്ചവത്സര പദ്ധതിയിലും അത് തുടരുന്നുണ്ട്. അപ്പൊ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക, സാങ്കേതിക വിദ്യകൾ നവീകരിക്കുക, ജനസംഖ്യ നിയന്ത്രിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇവയൊക്കെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നെഹ്റുവിയൻ സോഷ്യലിസത്തിന് അവസാനം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസത്തിന് അവസാനം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് 2ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ അവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു? ഒരു വ്യാവസായിക നയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, ഇല്ലേ? അപ്പോ ആ വ്യാവസായിക നയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ആ വ്യാവസായിക നയം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായും സോഷ്യലിസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വ്യാവസായിക നയമായിരുന്നു. മാത്രമല്ല എന്താണ് അവിടെ എന്താണ് സ്വകാര്യ മേഖലയേക്കാൾ അധികമായിട്ട് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? പൊതുമേഖലയുടെ സംരക്ഷണത്തിനാണ്. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അന്നത്തെ വ്യാവസായിക നയം നമ്മൾ എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളുടെ വ്യാവസായിക നയം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അല്ലെങ്കിൽ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനം വരെ നമ്മളുടെ നയം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ അടിസ്ഥിതമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലിസം അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്തായിരുന്നു? വ്യാവസായിക നയമായിരുന്നു. എങ്കിൽ അതിന് ഒരു മാറ്റം ആരംഭിക്കുന്നത് എന്നാണ് അത് ഈ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്.
നമ്മൾ 91 നവ ഉദാരവൽക്കരണ നയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താണ്, പുത്തൻ സാമ്പത്തിക നയം 91 തന്നെയാണ്, നിങ്ങൾ അത് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അതിന് തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭഘട്ട നടപടികൾ ആരംഭിക്കുന്നത് എവിടെയാണ്? അത് ഈ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെഹ്റുവിയൻ സോഷ്യലിസത്തിന് അവസാനം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് എത്രാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്? 6ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. മാത്രമല്ല 1980 ഏപ്രിൽ 15-ന് 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു. എന്താണ്? 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഒരു 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1969 ജൂലൈ 19-ന് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആദ്യത്തെ ഫേസ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. അപ്പോ എന്താണ്? 1980 ഏപ്രിൽ 15-ന് എന്താണ്? 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു. അപ്പോ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്രയാണ്? അതിന്റെ ഉത്തരമാണ് 6ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. ഇനി പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി 2 കാലഘട്ടത്തും ആര് തന്നെയായിരുന്നു? 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ധനമന്ത്രി വ്യത്യാസമുണ്ട്. ധനകാര്യമന്ത്രിക്ക് എന്താണ് വ്യത്യാസമുണ്ട്? 1ാം ഘട്ട ദേശസാൽക്കരണം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ധനമന്ത്രി എങ്കിൽ ഇവിടെ 1980 ഏപ്രിൽ 15-ന് ധനകാര്യമന്ത്രി എന്നുള്ളത് ആർ വെങ്കിട്ടരാമൻ ആയിരുന്നു. ആരായിരുന്നു? ആർ വെങ്കിട്ടരാമൻ ആയിരുന്നു. അപ്പോ നമ്മള് 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ കാലഘട്ടത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്ന് പറഞ്ഞു. എന്താണ്? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. എത്ര കോടി മൂലധനം ഉണ്ടായിരുന്ന? 50 കോടി മൂലധനം ഉണ്ടായിരുന്ന 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. എന്നാൽ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നപ്പോൾ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 4 ബാങ്കുകൾ, 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകൾ എന്ത് ചെയ്തു? നാഷണലൈസ്ഡ് ആക്കി അല്ലെങ്കിൽ ദേശസാൽക്കരിച്ചു, ദേശത്തിന്റെ സ്വത്താക്കി മാറ്റി. അപ്പോ ഈ 2 ഘട്ടങ്ങളിലുമായിട്ട് ഇപ്പോ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു? മൊത്തത്തിൽ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു? 20 ബാങ്കുകൾ ദേശസാൽക്കരിച്ചെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 മറ്റു ഉണ്ടായിരുന്ന ബാങ്കുകൾ പലതിലേക്കും മെർജ് ചെയ്യുകയും കൂടിച്ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1980 ഏപ്രിൽ 15-ന് 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു. 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകൾ എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1982 ജൂലൈ 12-ാം തീയതി എന്താണ്? നബാർഡ് രൂപം കൊണ്ടു. നബാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നബാർഡിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. രൂപീകൃതമായത് 1982 ജൂലൈ 12 എന്നാണ്. 1982 ജൂലൈ 12 നബാർഡ് രൂപം കൊണ്ടു. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. എങ്കിൽ എന്റെ ഒരു ചോദ്യം ഇതാണ്, അതായത് നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ പേര്, അല്ലെങ്കിൽ നബാർഡ് രൂപീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് നിർദ്ദേശിച്ച കമ്മീഷന്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ?
അറിയില്ല. ബി ശിവരാമൻ കമ്മീഷൻ. വെരി ഗുഡ് സുരഭി, വെരി ഗുഡ്. ശിവരാമൻ കമ്മീഷൻ, ബി ശിവരാമൻ കമ്മീഷൻ ആണ് എന്തെന്ന് പറയുന്നത് നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബി ശിവരാമൻ കമ്മീഷൻ എന്ന് പറയുന്നത്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടാണ് നബാർഡ് എന്ന് പറയുന്ന ഒരു ബാങ്ക് രൂപം കൊള്ളുന്നത്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ. എങ്കിൽ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വായ്പകളുടെ നിയന്ത്രകൻ RBI. സംശയം എന്താണ്? അടുത്തത് IRDP. IRDP എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു, അല്ലെങ്കിൽ പ്രോഗ്രാം ആരംഭിച്ചു. IRDP എന്ന് പറയുന്ന പ്രോഗ്രാം, IRDP എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. IRDP ആരംഭിച്ചതെന്നാണ് 1978. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും, സാറേ എന്തുകൊണ്ടാണ് 1978 ഈ IRDP പദ്ധതി ആരംഭിക്കുകയാണെങ്കിൽ ഈ IRDP പ്രോഗ്രാം ആരംഭിച്ചത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് ഇതിനു മുമ്പത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താകില്ലേ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകില്ലേ? 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തണ്ടേ? അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 1978 ഈ പറയുന്ന IRDP എന്താണ് അതിന് തുടക്കം കുറിച്ചുവെങ്കിലും ഇത് ഇന്ത്യ മുഴുവനായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നത് 1980 മുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് IRDP അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തല്ല, മറിച്ച് എന്താണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. 78 അത് രൂപീകരിക്കപ്പെട്ടത്, പക്ഷെ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയത് 1980. അതുകൊണ്ട് തന്നെ ഈ IRDP എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിക്ക് കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കീഴിലാണ് പഠിക്കുന്നത്. അംഗൻവാടികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ അംഗൻവാടികളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നത് പറയുന്നത് IRDP എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ICDS. ഈ പറയുന്ന എന്താണ് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ജനങ്ങൾക്ക് എന്താണ് സബ്സിഡി നിരക്കിൽ ലോൺ നൽകി എന്താണ് സ്വയം തൊഴിലിലൂടെ എന്താണ് ദാരിദ്ര്യ നിർമാർജനം നടത്തുക എന്നുള്ളതാണ് IRDP എന്ന് പറയുന്ന പദ്ധതിയുടെ. ക്ഷമിക്കണോട്ടോ, അംഗൻവാടി റേസ് പറഞ്ഞത് തെറ്റാണ്, ICDS ആണത്. ഈ പറഞ്ഞ IRDP എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ജനങ്ങൾക്ക് എന്താണ് സബ്സിഡി നിരക്കിൽ ലോൺ നൽകിയതിനു ശേഷം എന്താണ് സ്വയം തൊഴിലിലൂടെ ദാരിദ്ര്യ നിർമാർജനം നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് IRDP, ഇന്റഗ്രേറ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്തത് NREP എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. NREP എന്ന് പറയുന്നത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി ആരംഭിച്ചത് 1980. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കീഴിലാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് 1983 ഓഗസ്റ്റ് 15 RLEGP എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു. എന്താണ് RLEGP എന്ന് പറഞ്ഞാൽ? എന്താണ്? റൂറൽ ലാൻഡ്ലെസ്
എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. എന്താണ്? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതായത് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് എന്താണ് 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് RLEGP എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ ഉണ്ടത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മറ്റേത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അതായത് ഗ്രാമങ്ങളിൽ എന്താണ് തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പദ്ധതിയാണ് NREP എന്ന് പറയുന്നത്. RLEGP എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതായത് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ആളുകൾക്ക് എന്താണ് ഒരു 100 ദിവസമെങ്കിലും വർഷത്തിൽ തൊഴിൽ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് RLEGP എന്ന് പറയുന്നത്. ഇനി അടുത്തത് DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഈ പദ്ധതിയും ആരംഭിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഇതും ആരംഭിക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ 1982-83 കാലഘട്ടത്തിലാണ് DWCRA എന്ന് പറയുന്ന പദ്ധതി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകൾ, കുട്ടികൾ ഇവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് DWCRA എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ, DWCRA. അപ്പോ ഏതൊക്കെ പദ്ധതികളാണ് NIRDP നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്റഗ്രൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനി RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നടപ്പിലാക്കിയത് എന്താണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ. ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അത് ഈ പറയുന്ന 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 5.2 നമ്മൾ എന്ത് ചെയ്തു? വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച പദ്ധതി നേടിയത് 5.7% വളർച്ചയാണ്. എന്താണ്? 5.2 നമ്മൾ ലക്ഷ്യം വെച്ചു, നമ്മൾ എത്ര നേടി? 5.7% വളർച്ച നമ്മൾ നേടി. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. നോക്കുക, 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 85 വരെ ആയിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതി. 85 മുതൽ എന്താണ് 90 വരെ, 1985 ഏപ്രിൽ 1 മുതൽ 1990 മാർച്ച് 31 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നോക്കുക, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ച. എന്താണ്? ലൂമിയ അല്ല കേട്ടോ, ഊന്നിയ എന്നാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ച. പിന്നെന്താണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. എന്താണ്? ശാസ്ത്ര സാങ്കേതിക എന്താണ് വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ചയും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് 1980 മുതൽ 85 വരെയാണ്. നിങ്ങൾക്കറിയാം, ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 6 ഇയർ പ്ലാനിൽ എന്തായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി. എന്നാൽ എന്തു സംഭവിക്കുന്നു? ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയും എന്താണ് നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഇതിനെ കുറിച്ച്, അതായത് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായിട്ട് ഇന്ത്യൻ മിലിറ്ററി നടത്തിയ ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ. അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് കിട്ടുമല്ല, ഏതാണ് ആ ഓപ്പറേഷൻ? ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നമ്മൾ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്?
ഞാനിപ്പോ പറഞ്ഞാണുള്ളത് നിങ്ങൾക്ക് ബ്ലൂ സ്റ്റാർ, അത് തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് നടത്തുന്നു, ഇന്ത്യൻ മിലിറ്ററി നടത്തുന്നു. അവരെന്താണ് സുവർണ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറുന്നു, ബിന്ദ്രന്മാരെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു. ഇത് സിഖ് മതവിഭാഗത്തിന് വലിയ രീതിയിലുള്ള രോക്ഷം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് എന്താണ് ഉണ്ടാക്കുന്നതിന് കാരണമായി മാറുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘടനയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇന്ദിരാഗാന്ധിക്ക് റിപ്പോർട്ട് പോകുന്നുണ്ട്. അവരുടെ എന്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിലുള്ള സിഖുകാരെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവര് സമ്മതിക്കുന്നില്ല, കാരണം അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് ഇന്ദിരാഗാന്ധി വിശ്വസിച്ചിരുന്നു. പക്ഷെ എന്താണ് ആ തീരുമാനം അവരുടെ കൊലപാതകത്തിൽ കലാശിക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് പിന്നീട് നമുക്കൊരു താൽക്കാലിക പ്രധാനമന്ത്രിയൊന്നും വരുന്നില്ല, നേരിട്ട് അടുത്ത പ്രധാനമന്ത്രിയെ നമ്മൾ ചൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണ്. രാജീവ് ഗാന്ധിയെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഡൽഹിയിൽ വലിയ രീതിയിലുള്ള സിഖ് വിരുദ്ധ കലാപങ്ങളൊക്കെ നടന്നു കേട്ടോ. എന്നാ ഇതേ രാജീവ് ഗാന്ധി തന്നെ പ്രസംഗിച്ചതൊക്കെ വളരെ കുപ്രസിദ്ധമായ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസംഗം ഉണ്ട്. എന്താണ് വൻമരം വീഴുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്, വൻമരം വീഴുമ്പോൾ അതിന്റെ ആ ഒരു ഇതിൽ ചുറ്റുമുള്ള ഇതിനൊക്കെ കേടുപാട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സിഖ് വിരുദ്ധ കലാപങ്ങളെ ന്യായീകരിക്കുകയായിരുന്നു രാജീവ് ഗാന്ധി ചെയ്തത്. അതുപോട്ടെ. അപ്പൊ അങ്ങനെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നു. അപ്പോ നമ്മൾ ഇതിന്റെ ലക്ഷ്യം പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂന്നിയ വളർച്ച. അപ്പോ നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരെ വലിയ വിജയങ്ങൾ നേടി തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്, രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ നോക്കുക, വാർത്താവിനിമയ മേഖലയിൽ ഇന്ത്യക്ക് വൻ പുരോഗതി കൈവരിക്കാൻ സാധ്യമാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം വഹിച്ച പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. നേതൃത്വം വഹിച്ച പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. ഇതിൽ രാജീവ് ഗാന്ധിയെ സഹായിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് സാം പീത്രോഡ എന്ന് പറയുന്നത്. ആരാണ്? ഉപദേഷ്ടാവാണ് സാം പീത്രോഡ എന്ന് പറയുന്നത്. മാത്രമല്ല 1989 ഏപ്രിൽ 1 ജവഹർ റോസ്ഗർ യോജന നിലവിൽ വന്നു. ജവഹർ റോസ്ഗർ യോജന നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? അത് ഈ പറയുന്ന 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും RLEGP എന്ന് പറയുന്നതാണ് റൂറൽ ലാൻഡ്ലെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഈ പറയുന്ന NREPയും RLEGPയും തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജവഹർ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. അതായത് ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ജവഹർ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കിയത് ഈ പറയുന്ന 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നോക്കുക, 1988 സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. 1988 സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെബി എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഷെയർ മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട്? ഷെയർ മാർക്കറ്റ്, ഓഹരി വിപണി എന്നൊക്കെ ഓഹരി വിപണി, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ ഈ ഷെയർ മാർക്കറ്റിനെ, ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. 88 സെബി രൂപീകരിച്ചു. എന്നാൽ
ഈ പറയുന്ന സെബിക്ക് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് 1992 എന്താണ് സെബിക്ക് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പദവി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പദവി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്ക് ഓൺ ആക്കാം എന്നാലേ നിങ്ങൾ പറയൂ. പറ സ്റ്റാറ്റ്യൂട്ടറി പദവി എന്ന് വെച്ചാൽ നിയമം വഴി സ്റ്റാറ്റ്യൂട്ടറി ഭരണഘടനാ പദവിയാണോ? പാർലമെന്റ് നിയമം വഴി അംഗീകരിച്ച സ്ഥാപനമാവുന്നു. അല്ലെങ്കിൽ എന്താണ് ആ സ്ഥാപനത്തിന് ഒരു നിയമത്തിന്റെ സാധുത നൽകുന്ന, നിയമം വഴി രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനമാക്കി മാറ്റുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിൽ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ പറയില്ല, മറിച്ച് എന്ത് ചെയ്യും? പാർലമെന്റിൽ ഒരു നിയമം നിർമ്മിക്കും, അതുവഴി ഒരു സ്ഥാപനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാകും, അതിനുശേഷം എന്താണ് ഒരു നിയമം വഴി ഈ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറിയും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ 88 രൂപീകൃതമായ സെബിക്ക് 1992 ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ ഓഹരി വിപണികൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5%. നമ്മൾ 6.1% എന്ത് ചെയ്തു? 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്താണ് 6.1% നമ്മൾ എന്ത് ചെയ്തു? നേട്ടം ഉണ്ടാക്കി. അപ്പോ ഈ പറഞ്ഞ 5, 6, 7 പഞ്ചവത്സര പദ്ധതികളൊക്കെ എന്താണ് നമ്മളുടെ എന്താണ് 1ാം പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ എന്താണ് നമ്മൾ ലക്ഷ്യം വെച്ചതിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ പഞ്ചവത്സര പദ്ധതികളാണ്. ഇനി ഈ പറയുന്ന 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 85 മുതൽ 90 വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അടുത്ത 8ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് എന്താണ് ആരംഭിക്കുന്നത് 90 മുതൽ 95 വരെയാണ്. ശരിക്കും എന്താണ് 8ാം പഞ്ചവത്സര പദ്ധതി നടക്കേണ്ടിയിരുന്നത്. എന്നാൽ നടന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് വരെയാണ്? അത് 1992 മുതൽ 97 വരെയാണ്. അപ്പോൾ 2 വർഷം ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരു ഗ്യാപ്പ് ഉണ്ടായി. എന്താണ് 2 വർഷം എന്ത് സംഭവിച്ചു? 2 വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടായി. എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മരണം. എന്താണ് പറഞ്ഞോളൂ. അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണം കഴിഞ്ഞു, രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നു. 91 രാജീവ് ഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു. ശ്രീലങ്കൻ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ തമിഴ് പുലികൾ അദ്ദേഹത്തെ വധിക്കുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് വളരെ ഒരു കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ ഈ രാജീവ് ഗാന്ധി മരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പൊക്കെ എന്താണ് വളരെ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷവും ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുന്നത്. ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു പല കാര്യങ്ങളിലും. എന്താണ് കേന്ദ്രത്തിൽ ഭരണത്തിന്റെ കാര്യത്തിൽ എന്താണ് അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് നമ്മള് പിന്നെ ഒരു 2 വർഷക്കാലം എന്താണ് വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. നമ്മൾ 1990 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1991 മുതൽ 92 വരെ എന്താണ് നടപ്പിലാക്കിയ പദ്ധതികളെ നമ്മൾ എന്തെന്ന് പറയുന്നു? വാർഷിക പദ്ധതികൾ എന്ന് പറയുന്നു. എന്താണ് അപ്പൊ 90 മുതൽ 92 വരെ എന്താണ് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഈ 90, 92 കാലഘട്ടത്തിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു 91 എന്താണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിൽ നിന്നുള്ള മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരുന്നു? PV നരസിംഹറാവു വരുന്നു. PV നരസിംഹറാവുവിന്റെ പ്രത്യേകത എന്താണ്?
സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? PV നരസിംഹറാവു എന്ന് പറയുന്നത്. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് PV നരസിംഹറാവു വരുന്നു. അപ്പോ ആ കാലഘട്ടത്തിൽ എന്താണ് ഈ പറയുന്ന വാർഷിക പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് 90 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോ ഈ വാർഷിക പദ്ധതിയുടെ കാലയളവിലാണ് നമ്മളുടെ നാട്ടിൽ നമ്മൾ എന്ത് നടപ്പിലാക്കുന്നത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. എന്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് വാർഷിക പദ്ധതിയുടെ കാലയളവിലാണ്. അതായത് എന്തുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത് എന്ന് ചോദിച്ചാൽ, പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ തന്നാൽ നിങ്ങൾ അത് എന്ത് ചെയ്യരുത്? അതിൽ നിന്ന് ഒരു പഞ്ചവത്സര പദ്ധതി പിക്ക് ചെയ്യരുത്. പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വാർഷിക പദ്ധതിയുടെ കാലഘട്ടത്താണ്. അതായത് 1991 എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ 1991 ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കുന്നത്? ഇന്ത്യയിൽ ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് LPG റിഫോംസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ പറയുന്നത് എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പല ക്ലാസ്സുകളിലും എന്താണ് സംസാരിച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്താണ് പുത്തൻ സാമ്പത്തിക നയത്തെ കുറിച്ച് മാത്രമായിട്ട് പഠിക്കുമ്പോൾ എന്താണ് അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ LPG റിഫോംസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ കാലഘട്ടത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? PV നരസിംഹറാവു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു പേര് കൂടി പഠിക്കും. അതായത് ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ആരാണ് അത്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആരായിരുന്നു? പ്രധാനമന്ത്രി PV നരസിംഹറാവുവും ധനകാര്യമന്ത്രി എന്നുള്ളത് ആരാണ്? ധനകാര്യമന്ത്രി എന്നുള്ളത് മൻമോഹൻ സിംഗുമായിരുന്നു. അപ്പോ 90-92 കാലഘട്ടത്തിൽ വാർഷിക പദ്ധതികളായിരുന്നു. ആ കാലയളവിൽ നമ്മൾ എന്ത് നടപ്പിലാക്കി? പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോയത് എന്നുള്ളത് അറിയാമോ? ഇന്ത്യയുടെ ആ സമയത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ചൂടും മുടിഞ്ഞ് ഇരിക്കുകയായിരുന്നു. നമ്മളെ സ്വർണ്ണ റിസർവ് പോലും നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് കയറ്റുമതിയേക്കാൾ കൂടുതൽ ഇറക്കുമതി എന്ത് ചെയ്യുന്ന ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ടും നമ്മളുടെ എന്താണ് വിദേശ നാണയം റിസർവ് കുറഞ്ഞു. നമ്മളതിൽ ഉണ്ടായിരുന്ന സ്വർണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? പണയം വെക്കേണ്ടി വന്നു. എന്നിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റിയില്ല? മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം നമ്മൾ എന്ത് ചെയ്തു? വേൾഡ് ബാങ്കിന്റെയും IMF-ന്റെയും ഒക്കെ എന്താണ് സഹായമായിട്ട് അഭ്യർത്ഥിച്ചു. അങ്ങനെ $7 ബില്യൺ ആണെന്ന് തോന്നുന്നു, 70 ബില്യൺ ആണെന്ന് തോന്നുന്നു അന്ന് ഈ പറയുന്ന വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് എന്താണ് ലോൺ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഈ ലോൺ കൊടുക്കുന്ന സമയത്ത് അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ ലോണൊക്കെ തരാം, പക്ഷെ നിങ്ങളുടെ മാർക്കറ്റിൽ ഇന്ന് നടക്കുന്ന സോഷ്യലിസ്റ്റ് പരിപാടിയൊക്കെ എന്ത് ചെയ്യണം? പരിപൂർണമായിട്ട് അവസാനിപ്പിക്കണം. എന്താണ്? ഒരു മുതലാളിത്ത മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പൺ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കാര്യങ്ങൾ തുറക്കണം. അങ്ങനെയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ആ ഫണ്ട് നമ്മൾ വാങ്ങിച്ചു. അവർ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ സാമ്പത്തിക എന്താണ് നയങ്ങളിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ സോഷ്യലിസം എന്ന് പറയുന്ന സംവിധാനത്തെ ഭരണഘടനയുടെ ഒരു പേപ്പറിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് യാത്ര തുടങ്ങി? മുതലാളിത്തത്തിന്റെ പാതയിലേക്ക് യാത്ര തുടങ്ങി. അത് നോക്കുക, 8ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത എന്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പോ അടുത്ത ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എന്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഈ പുത്തൻ സാമ്പത്തിക നയം നമ്മൾ ഒരു പഞ്ചവത്സര പദ്ധതിയുടെയും കാലത്തല്ല ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, അത് വാർഷിക പദ്ധതിയുടെ കാലത്താണ്. ആ പോയിന്റ് മനസ്സിലുണ്ടാകണം. എന്നാൽ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതിന് ശേഷം ഇന്ത്യയിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് പറയുന്നത്
8ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. കാലഘട്ടം 1992 മുതൽ 1997 മാർച്ച് 31 വരെ. ഇതറിയപ്പെടുന്നത് റാവു മൻമോഹൻ മോഡൽ എന്നാണ്. എന്താണ്? റാവു, നരസിംഹറാവുവിന്റെ റാവു, എന്താണ്? മൻമോഹൻ മോഡൽ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മാനുഷിക വികസനം, അല്ലെങ്കിൽ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. മാനുഷിക വികസനമാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൂടാതെ എന്താണ്? ചില സബ് ഒബ്ജക്റ്റീവ്സ് കൂടി ഉണ്ടായിരുന്നു. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല ലഭ്യത, ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ ഇതിന്റെ സബ് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. അങ്ങനെ 1993 ഒക്ടോബർ 2 എന്താണ്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കി. അപ്പൊ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അത് PV നരസിംഹറാവു ആയിരുന്നു. അതായത് ഈ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിലില്ലാത്ത യുവാക്കൾക്ക് എന്താണ്? സ്വയം തൊഴിലുകളിലൂടെ എന്താണ്? ശാക്തീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് 1993 ഒക്ടോബർ 2 തുടങ്ങിയ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഒരുപാട് തവണ പഠിച്ച് ഏത് ഉറക്കത്തിലും നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. എന്താണ്? പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അതിന്റെ ഉത്തരമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്ത്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ് എന്ത് നടപ്പിലാക്കിയത്? പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ. ഏതൊക്കെ ഭരണഘടനാ ഭേദഗതിയാണ്? 1993 73ാം ഭരണഘടനാ ഭേദഗതി, 74ാം ഭരണഘടനാ ഭേദഗതി. ഇതിലൂടെയാണ് എന്ത് ചെയ്തത്? നമ്മള് ഈ പറയുന്ന നിയമം. നമ്മള് 2 പട്ടിക ഉൾപ്പെടുത്തിയിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 2 പട്ടികകൾ എന്ന് പറയാമോ? 73 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എന്താണ് 9 9 ആണ്. നോക്കിക്കോ 10 11 ആണോ? 11 12. നോക്ക് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം എന്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മള് ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1995 ജനുവരി 1 ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെടുന്നത്. അതിന്റെ സ്ഥാപിച്ച കാലം തൊട്ട് എന്തെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ എന്താണ്? അംഗമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗത്വം എടുത്തത്? നമ്മൾ പറഞ്ഞു, നമ്മൾ സോഷ്യലിസ്റ്റ് രീതികളിൽ നിന്ന് തിരിച്ച് എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ കാലഘട്ടത്ത് എന്ത് ചെയ്യുന്നത്, അംഗത്വം എടുക്കുന്നത്. ഇനി മിഡ് ഡേ മീൽ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? മിഡ് ഡേ മീൽ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. മിഡ് ഡേ മീൽ പദ്ധതി എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ഉച്ചക്ക് സ്കൂളുകളിൽ കഞ്ഞി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന, ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ മിഡ് ഡേ മീൽ പദ്ധതി എന്ന് പറയുന്നത്. ആദ്യമായി ഈ പദ്ധതി ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ കാമരാജ് എന്ന് പറയുന്ന ഒരു അതിപ്രഗത്ഭനായ ഒരു എന്താണ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. അതല്ലല്ല, അതിനുശേഷം
വേറെ ആരൊക്കെ വന്നിരുന്നു. അതിനുശേഷം എന്താണ് പിന്നീട് കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഇല്ലാതെയായി പോകുന്നൊക്കെയാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ ഒരു വലിയ നല്ല ഒരു മനുഷ്യനായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കാമരാജ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ കുട്ടികളെ എന്താണ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് അദ്ദേഹം പഠിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കാമരാജ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളെ എന്താണ് പഠിക്കാനായിട്ട് കൊണ്ടുവരുന്നതിനായിട്ട് അദ്ദേഹമാണ് ഉച്ചക്ക് ഭക്ഷണം കൊടുത്താൽ കുട്ടികൾ വരുമെന്ന് ആരോ പറഞ്ഞപ്പോ അദ്ദേഹം ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ മിഡ് ഡേ മീൽസ് എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. വളരെ ശരിയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഊഹം ഒട്ടും തെറ്റായിരുന്നില്ല. ഉച്ചക്ക് കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് എന്താണ് പല കുടുംബങ്ങളിൽ നിന്നും ഒരു നേരമെങ്കിലും കുട്ടിക്ക് ഭക്ഷണം കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് എന്താണ് അമ്മമാർ കുട്ടികളെ സ്കൂളിന്റെ പടിയിൽ കൊണ്ടുവന്നാക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്താണ് ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചിരുന്നു. കാരണം ഒരു നേരത്തെ വീട്ടിൽ ഒരു നേരം പോലും ഭക്ഷണമില്ല. അപ്പൊ എന്ത് ചെയ്യണം? സ്കൂളിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു നേരത്തെ ഭക്ഷണം കൊച്ചിന് കിട്ടും എന്ന് പറഞ്ഞ് കുട്ടികളെ സ്കൂളിലാക്കി. പലർക്കും പഠിക്കാൻ കഴിവുണ്ടായിരുന്നുകൊണ്ട് അവർ അവിടെ നിന്ന് പഠിച്ച് ഉയർന്ന് ഡോക്ടർമാരായ എഞ്ചിനീയർമാരായ ഒരുപാട് ആളുകൾ ഇന്നും എന്താണ് അവരുടെ പ്രായാധിക്യത്തിൽ ഇന്നും തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത്രയും തീക്ഷ്ണശാലിയായിട്ടുള്ള മനുഷ്യനായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ കാമരാജ് എന്ന് പറയുന്നത്. കാമരാജനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കഥ കൂടി പറഞ്ഞു തന്നിട്ട് ഞാനത് പോവുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വരും അദ്ദേഹത്തെ കുറിച്ച് ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ. കാമരാജ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടം, അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അപ്പോ ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഇത്ര സീറ്റ് മുഖ്യമന്ത്രിക്ക് കോട്ടയുണ്ട്. അതായത് 50-60 സീറ്റുകളിലേക്ക് എന്താണ് MBBSകാരുടെ പഠിക്കുന്നതിനായിട്ടുള്ള സീറ്റുകളിലേക്ക് മുഖ്യമന്ത്രിക്ക് കോട്ടയുണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ സീറ്റ് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം? അനുവദിച്ചു കൊടുക്കാം. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇതിനെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് സാങ്ഷൻ നൽകിക്കോളാം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിന് യാതൊരു നീക്കങ്ങളും നടക്കുന്നതായിട്ട് കാമരാജ് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിക്കുന്നു, എന്തായി? ഞാൻ പറഞ്ഞ കാര്യം എല്ലാം ആയോ? സാർ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, വൈകുന്നേരം ആ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് എന്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ആ ആപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് അവര് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെന്നു. അദ്ദേഹം അതൊക്കെ വാങ്ങിച്ച് എല്ലാം ഇങ്ങനെ നോക്കി അതിൽ നിന്ന് എന്താണ് ഓരോ പേര് ഇങ്ങനെ ടിക്കറ്റ് അദ്ദേഹം എന്ത് ചെയ്തു? പോയി. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹം അത്രയും ആ അപേക്ഷകളിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ അദ്ദേഹം എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അപ്പൊ ഈ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കുറെ ദിവസമായിട്ട് ഇതിന്റെ പുറകിൽ എന്താണ് ആ വിദ്യാഭ്യാസ സെക്രട്ടറി ഒക്കെ ഇതിന്റെ പുറകിൽ ഇരിക്കുകയാണ്, കുറെ ഉദ്യോഗസ്ഥന്മാരും. പക്ഷെ ഇദ്ദേഹം ഈ ഒരു 1.5 മണിക്കൂറുകൾ കൊണ്ട് ഈ പരിപാടി നന്നായിട്ട് സെറ്റാക്കി. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്, സാർ ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അതിന് കാമരാജ് കൊടുക്കുന്ന ഒരു മറുപടി വളരെ പ്രശസ്തമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ അപേക്ഷാ ഫോമിൽ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പിടേണ്ട സ്ഥലമുണ്ട്. അവിടെ ആരൊക്കെ കൈനാട്ട് വെച്ചിട്ടുണ്ടോ അവരുടെ മക്കൾക്കൊക്കെ MBBS സീറ്റ് എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി. അതായത് പഠിക്കാത്ത ഏതൊക്കെ അച്ഛനമ്മമാരുടെ മക്കളുണ്ടോ, പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊക്കെ അച്ഛനമ്മമാരുടെ മക്കളുണ്ടോ, പഠിക്കാത്ത അച്ഛനമ്മമാരുടെ മക്കൾ, അവർക്കാണ് ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തി, ഒരു CM തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കാമരാജ് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരുകളാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് സമയം തികയില്ല. നമുക്ക് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രസകരമായിട്ടുള്ള ഒരുപാട് കഥകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ളത് നമുക്ക് പറയാം. അപ്പോ മിഡ് ഡേ മീൽ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചു 95 ആഗസ്റ്റ് 15-ാം തീയതി. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 സ്ഥാപിതമാവുന്നത്. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മളെ ലക്ഷ്യം വെച്ചത്
5.6% വളർച്ചാ നിരക്കാണ്. നമ്മൾ നേടിയത് 6.8% വളർച്ചാ നിരക്കാണ്. അപ്പോ ഇതോടുകൂടി എന്താണ് 8ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്താണ് അവസാനിക്കുന്നു. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടി എന്താണ് ഈ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കൂടി കഴിയുമ്പോൾ എന്താണ് നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന, അതായത് ഇന്ത്യൻ പ്ലാനിങ്ങും പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്താണ് ഏകദേശം പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കഴിയും. അപ്പോ ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കണം. ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.